പുരാണ ഭാരതത്തിലെ 4 രീതിയിലുള്ള ഘട്ടങ്ങളുണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്ന് പറയാറ്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് വെച്ചാൽ ബ്രഹ്മചര്യം തുടങ്ങി ഗാർഹസ്ഥ്യത്തിൽ വന്ന് വാനപ്രസ്ഥത്തിലെത്തി സന്യാസത്തിൽ അവസാനിക്കുന്ന ജീവിത രീതി. ഇതിൽ ഒരു മനുഷ്യന്റെ ഗാർഹസ്ഥ്യം, അതായത് ഒരു ഫാമിലി ആയിട്ടുള്ള ജീവിതം, കുട്ടികളുടെ പഠിത്തം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഗൃഹനാഥൻ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഭാര്യയുടെ കൂടെയോ വനത്തിലേക്ക് പോയി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിനാണ് ഈ വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ഈ വാനപ്രസ്ഥം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഈ മുറിയുടെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഈ പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ഈ പ്രകൃതിയിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ നമ്മൾ കാണുന്നത് അവിടെ പൂക്കൾ വിടരുന്നു, പൂക്കൾ കൊഴിയുന്നു, വീണ്ടും കായ വളരുന്നു, അത് കൊഴിഞ്ഞു വീഴുന്നു, അല്ലെ? ഒട്ടും അനശ്വരമല്ല ഈ ലോകത്തെ ജീവിതമെന്ന് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ജീവിത രീതിയിലേക്ക് മടങ്ങി പോകുന്നതിനാണ് ഈ വാനപ്രസ്ഥം എന്ന് പറയുന്നത്. ആധുനിക കാലഘട്ടത്തിലെല്ലാം സംഭവിക്കുന്നുണ്ട്. നമ്മൾ അതിനെ വാനപ്രസ്ഥം എന്നല്ല വിളിക്കുന്നത്, ഞങ്ങൾ അതിനെ ഓമന പേരിട്ടിരിക്കുന്നത് സീനിയർ ലിവിംഗ് എന്നാണ്. നമ്മൾ വളരെ ഇടുങ്ങിയ 4 ചുമരുകളുടെ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക പ്രായത്തിന് ശേഷം സമപ്രായക്കാരോടൊപ്പം പ്രകൃതിയിലേക്കും മനുഷ്യനിലേക്കും ഒക്കെ അടുത്ത് ജീവിക്കുന്ന വളരെ സന്തോഷകരമായിട്ടുള്ള കുറേ മുഹൂർത്തങ്ങൾക്ക് ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് ഇന്നിങ്സിൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് വളരെ യൗവനയുക്തമായിട്ടുള്ള മനസ്സുമായിട്ട് ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കുള്ള വാനപ്രസ്ഥമാണ്, മോഡേൺ വാനപ്രസ്ഥമാണ് യഥാർത്ഥത്തിൽ സീനിയർ ലിവിംഗ്.